കാര്യമെല്ലാം കഴിയുമ്പോൾ സർവം മായ എന്ന് പറയുന്ന രീതിയുണ്ടല്ലോ LDF നേതാക്കന്മാർക്ക്. അതിപ്പോഴും അവർ അതേപടി തുടരുന്നുണ്ട്. എല്ലാം AI തലയിൽ കെട്ടിവെക്കലാണ് ഇപ്പോഴെന്ന് മാത്രം. ഒരു ഓഡിയോ ക്ലിപ്പ് കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം. കേരളത്തെ ദുരിതത്തിലാഴ്ത്തിയ മഹാപ്രളയം അത് LDF സർക്കാർ മനഃപൂർവ്വം ഉണ്ടാക്കിയതാണെന്ന് മുൻ വൈദ്യുതി വകുപ്പ് മന്ത്രി K. കൃഷ്ണൻകുട്ടി പറയുന്നതായിട്ടുള്ള ഓഡിയോ. അത് പുറത്തുവിട്ടത് മാത്യു കുഴൽനാടൻ MLA ആയിരുന്നു. ഇപ്പോൾ കുഴൽനാടന്റെ അന്നത്തെ വെളിപ്പെടുത്തലിന് ശേഷം ക്രൈംബ്രാഞ്ച് അന്വേഷണം വരുമെന്നായപ്പോൾ ആ ഓഡിയോ AI നിർമ്മിതമാണെന്നാണ് കൃഷ്ണൻകുട്ടിയുടെ വാദം. ആഹാ, അങ്ങനെയെങ്കിൽ ആ വാദം അങ്ങനെ വെച്ചു പൊറിപ്പിക്കാൻ പാടില്ല. AI നിർമ്മിതമാണെങ്കിൽ അത് തെളിയിച്ചേ പറ്റൂ എന്ന വെല്ലുവിളിയുമായിട്ട് മാത്യു കുഴൽനാടൻ MLAയും എത്തി. എന്തായാലും അന്വേഷണം തുടങ്ങാൻ ഉത്തരവിട്ട ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോട് നന്ദി പറഞ്ഞുകൊണ്ട് സംസാരിച്ച മാത്യു കുഴൽനാടൻ അന്വേഷണം സുതാര്യമായി നടക്കണമെന്നും ഓഡിയോ യഥാർത്ഥമാണെന്ന് തെളിഞ്ഞാൽ അത് കേരളത്തിലുണ്ടായ വലിയ പ്രളയ ദുരന്തം പോലെയുള്ള സംഭവങ്ങളിൽ ഉത്തരവാദികൾക്കെതിരെയുള്ള ക്രിമിനൽ നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടു. മാത്രമല്ല, ഒരു തേർഡ് പാർട്ടി പരാതി നൽകിയതിനെ തുടർന്ന് അന്വേഷണം ഏറ്റെടുത്തുകൊണ്ട് തന്നെ AI ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്നുള്ള CPMന്റെ ആരോപണങ്ങളെ നേരിടുവാനും സത്യം പുറത്തു കൊണ്ടുവരുവാനും ഇപ്പോൾ പ്രഖ്യാപിച്ച അന്വേഷണം സഹായിക്കുമെന്ന് അദ്ദേഹം തുറന്നടിക്കുകയുമാണ്. എല്ലാം കൊണ്ടുചെന്ന് AI തലയിൽ കെട്ടിവെക്കുന്ന രീതി എന്തായാലും കൊള്ളാം, പക്ഷേ തെളിയിക്കാൻ കൂടിയുള്ള മനസ്സ് കാണിക്കണം. കുഴൽനാടന്റെ ഈ വെല്ലുവിളി ഏറ്റെടുക്കുമോ അതോ ഇല്ലയോ എന്ന് നോക്കാം. അദ്ദേഹത്തിന്റെ വീഡിയോ ചേർക്കുന്നുണ്ട്, കാണാം. ഇതുപോലെ ഇവിടെ തന്നെ വെച്ച് കണ്ട് നമ്മൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് പറഞ്ഞൊരു വിഷയം ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, തെരഞ്ഞെടുപ്പിൻ്റെ 2 ദിവസങ്ങൾക്ക് മുമ്പാണ് മുൻ മന്ത്രിയായിരുന്ന കൃഷ്ണൻകുട്ടിയുടെ ഓഡിയോ ടേപ്പ് അല്ലെങ്കിൽ ഓഡിയോ സംഭാഷണം നമ്മൾ കേരളത്തിലെ ജനങ്ങളെ കേൾപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നടന്ന വലിയ ക്രമക്കേടും അഴിമതിയും കേരളത്തിലെ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞത്. അതിനെ അന്ന് പ്രതിരോധിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിനെ അന്ന് കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടി പറഞ്ഞിരുന്നത് ഇത് AI വീഡിയോ അല്ലെങ്കിൽ AI ഓഡിയോ ആണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് നിർമ്മിച്ചതെന്ന് അറിയില്ല, അത് വ്യാജ ഓഡിയോ ആണ് എന്നുള്ള പ്രതികരണം നടത്തി. എനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അവർ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ നിയമ നടപടിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു, കാരണം അന്വേഷണം നടക്കട്ടെ എന്നുള്ള നിലപാടാണ് അന്ന് സ്വീകരിച്ചത്. പക്ഷേ ഞാൻ നിയമ നടപടി ഉണ്ടാകും എന്ന് പറഞ്ഞെങ്കിലും, നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞെങ്കിലും അതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഒരനക്കവും ഞാൻ കണ്ടില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് പൊതുവേ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജനങ്ങളോട് വന്ന് ഒരു കാര്യം പറയും. അപ്പോൾ ഞാനൊരു ജനപ്രതി എന്ന നിലയിൽ, ഒരു MLA എന്ന നിലയിൽ, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് ഈ നിലയിലുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനെ അഴിമതിയും ക്രമക്കേടുമാണ് എന്ന് പറയുന്നു. മറുവശം പറയുന്നു അങ്ങനെ ഉണ്ടായിട്ടില്ല, ഇത് വെറും വ്യാജമായ ഓഡിയോ ആണ് ഞാൻ ജനങ്ങൾക്ക് മുമ്പിൽ വെച്ചത്, അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു. പിന്നീട് അതിൻ്റെ ഒരുപാട് മറ്റു വാർത്തകളും കാര്യങ്ങളും വരുമ്പോൾ ജനങ്ങളത് മറന്നു പോകുന്നു എന്നുള്ളൊരു അവസ്ഥയാണ്. പക്ഷെ ഇപ്പോൾ ഒരു സന്തോഷകരമായ കാര്യം, ഒരു തേർഡ് പാർട്ടി ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി UDFന്റെ സർക്കാരിന് കൊടുക്കുകയും ബഹുമാനായ ആഭ്യന്തരമന്ത്രി ആ കാര്യത്തിൽ സമയോചിതമായി ഇടപെട്ട് ഒരു അന്വേഷണം ഏർപ്പെടുത്തുകയും ചെയ്തു. ഞാൻ ആ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ കാണുന്നത്. കാരണം ഞാൻ കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് പറഞ്ഞ ഒരു കാര്യം വ്യാജമാണെന്നും കള്ളമാണെന്നും ഞാൻ AI വെച്ചുണ്ടാക്കിയതാണെന്നും തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് വേണ്ടിയാണെന്നും CPMും ഇടതുപക്ഷവും ആരോപിച്ചിരുന്ന ഒരു കാര്യം, അതിൻ്റെ സത്യസന്ധത ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു അവസരം കൂടിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അപ്പോൾ ഇതിൽ സത്യസന്ധമായ ഒരു അന്വേഷണം, സുതാര്യമായ ഒരു അന്വേഷണം നടക്കും. കൃഷ്ണൻകുട്ടി മിനിസ്റ്ററുടേത് പണ്ട് അദ്ദേഹം പറഞ്ഞ ഓഡിയോ അത് സത്യമാണോ, ഉള്ളതാണോ, അതോ ഞാൻ കൃത്രിമമായി നിർമ്മിച്ചതാണോ എന്നുകൂടി പരിശോധിക്കപ്പെടും ഈ അന്വേഷണത്തിൽ. തീർച്ചയായിട്ടും ആ ഒരു സ്റ്റെപ്പിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനായ ആഭ്യന്തരമന്ത്രി എടുത്ത ആ ഒരു നിലപാടിനെ ഞാൻ അഭിനന്ദിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. കാരണം പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ, ആ പറഞ്ഞ കാര്യങ്ങൾ അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ അതിൻ്റെ സത്യസന്ധത അല്ലെങ്കിൽ അതിൻ്റെ യാഥാർത്ഥ്യം, ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളിലെ ജെനുവിനിറ്റി ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ബാധ്യത കൂടി UDF സർക്കാരിനുണ്ട്. അപ്പോൾ ഞങ്ങളാരെങ്കിലും ആ വിഷയത്തിൽ ഒരു അന്വേഷണം ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ ഒരു തേർഡ് പാർട്ടിയുടെ പരാതി കിട്ടിയപ്പോൾ ബഹുമാന ആഭ്യന്തരമന്ത്രി അത് സമയോചിതമായി ഏറ്റവും യുക്തമായ ഒരു തീരുമാനം കൈക്കൊണ്ടു. അന്വേഷണം നടക്കട്ടെ.
അത് ഇനി ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നത്, അന്വേഷണം നടന്ന് അത് ഞാൻ വ്യാജമായി നിർമ്മിച്ചതാണ് എങ്കിൽ എനിക്കെതിരെ നടപടി സ്വീകരിക്കുകയും, അതല്ല ആ ഓഡിയോ ടേപ്പിൽ പറഞ്ഞ ആ ഓഡിയോ ടേപ്പ് ഒറിജിനലാണ് എങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിമിനൽ കേസെടുത്ത് അഴിമതി നടന്നിട്ടുണ്ടോ എന്ന കാര്യം വ്യവസ്ഥാപിതമായി UDF സർക്കാർ അന്വേഷിക്കാൻ തയ്യാറാകണം. കാരണം മനുഷ്യനിർമ്മിത പ്രളയം എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. എത്രയോ പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു, എത്രയോ കോടാനുകോടി രൂപയുടെ നഷ്ടം സംഭവിച്ചു. നമുക്കെല്ലാം കേരളം മുഴുവൻ അനുഭവിച്ച വലിയ ഒരു ദുരന്തമായിരുന്നു അത്. അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ അങ്ങനെ ഒരു എന്തെങ്കിലും ചെറിയ നേട്ടങ്ങൾക്ക് വേണ്ടി, ചെറിയ ലാഭത്തിന് വേണ്ടി കേരളത്തെ തൊലച്ച ആ ഉത്തരവാദികളെ കണ്ടെത്താൻ കൂടി ബാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഓഡിയോ ടേപ്പ് അല്ലെങ്കിൽ ഓഡിയോ സംഭാഷണം ഒറിജിനലാണ് എന്ന് തെളിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിമിനൽ കേസും അതുപോലെ കേസും എടുത്ത് അന്വേഷിക്കണം എന്ന ആവശ്യം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഏത് കാര്യത്തിനും സർക്കാരിനോടും പോലീസിനോടും സഹകരിക്കുമെന്നുകൂടി പറയാൻ ആഗ്രഹിക്കും. മറ്റൊരു പ്രധാന കാര്യം, ഈ പീഡന നിയമനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്ത് ഉരുത്തിരിഞ്ഞ രണ്ട് തരം അഭിപ്രായങ്ങളാണ്. ലോയേഴ്സ് കോൺഗ്രസിന്റെ ലിസ്റ്റ് പോലും പരിഗണിച്ചില്ലെന്ന് പരാതി വിഭാഗത്തിൽ വരുന്നു. KSU നേതാക്കളെ കാണാൻ വിസമ്മതിക്കുന്നു മുഖ്യമന്ത്രി. ഇത് ഏത് തരത്തിലേക്കാണ് ഈ കാര്യങ്ങൾ? അതല്ല, നമ്മൾ ഇത്രയും ഗൗരവമുള്ളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ഇനി മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുമായി ബന്ധപ്പെട്ട ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. ജനങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടി അധികാരത്തിലേറ്റിയ ഒരു സർക്കാരാണ്. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്ന് പ്രവർത്തിക്കാനുള്ള ഉത്തരവാദിത്തം എല്ലാവർക്കും ഉണ്ട്. അത്